കോഴിക്കോട് കോവൂരിലെ രാത്രികാല കടകൾക്ക് ഒരു മാസത്തേക്ക് നിയന്ത്രണം കൊണ്ടുവരാനാണ് ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനം. രാത്രി 10:30 വ്യാപാരം അവസാനിപ്പിക്കും. വ്യാപാരത്തെ ബാധിക്കുമെങ്കിലും സർവകക്ഷി യോഗ തീരുമാനം അംഗീകരിക്കുന്നതായി വ്യാപാരികൾ പറഞ്ഞു. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നവരെ ഇതിപ്പോൾ തൽക്കാലം ഒരു മാസത്തേക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു മാസക്കാലത്തേക്ക് അവിടെ 11 മണിക്ക് കടകൾ അടയ്ക്കും. 10:30 വ്യാപാരം നിർത്താം. അവിടെ ക്ലീനിങ് കഴിഞ്ഞ് 11 മണിക്ക് അടയ്ക്കാനുള്ള തീരുമാനമാണ്. അതൊരു മാസക്കാലത്തേക്കാണ്. നാട്ടുകാരുടെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് അത്തരം പ്രവണതകൾ രാത്രിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ പൊരുതാൻ വേണ്ടിയാണ് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി സിനോജ് തോമസും എ കെ അഭിലാഷും ചേരുന്നു. സിനോജ് തോമസ്, സർവകക്ഷി യോഗത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയോ ഇപ്പോൾ? സുജയ പാർവതി, ഗുഡ് ഈവനിങ്. അതായത് സർവകക്ഷി യോഗം ആദ്യഘട്ടത്തിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ചേർന്നതാണ്. അന്നെടുത്ത തീരുമാനം തന്നെ വീണ്ടും ഇന്ന് മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിൽ എടുത്തു എന്ന് മാത്രം. അതായത് രാത്രി 10 വരെ മാത്രം ഈ കടകൾ പ്രവർത്തിക്കുക. ഞാൻ നിൽക്കുന്നത് കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിൽ തന്നെയാണ്. നോക്കൂ, ഈ പുറകിൽ കാണുന്ന കടകൾ, ഇത്തരത്തിലുള്ള ഭക്ഷണശാലകൾ നിരവധി, അതായത് 10-30 കടകൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുണ്ട്. ഇത്തരത്തിലുള്ള കടകൾ വൈകുന്നേരം തുറന്ന ശേഷം പുലർച്ചെ വരെ തുറന്നിരിക്കുന്ന കടകളാണ്. 100 ആളുകൾ വന്ന് ചായ കുടിച്ച് ആഹാരം കഴിച്ചു പോകുന്ന കടകളാണ്. ഇത്തരത്തിലുള്ള കടകൾ ഇനി രാത്രി 10:30 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. 11 മണിക്ക് പൂർണ്ണമായി ലൈറ്റ് ഓഫ് ചെയ്ത് അടയ്ക്കണമെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് റോഡ് നോക്കിയാൽ കാണാം, പാർക്കിംഗ് ഇല്ല. ഒരു കടയ്ക്കും പാർക്കിംഗ് ഇല്ല. വരുന്ന എല്ലാവരും വാഹനങ്ങൾ നിർത്തിയിടുന്നത് റോഡിൻ്റെ അരികിലാണ്. മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെ പോകുന്നത് ഈ റോഡ് വഴിയാണ്. അതുകൊണ്ട് ഇനി പാർക്കിംഗ് റോഡിൽ അനുവദിക്കില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. കടയുടമകൾ തന്നെ പാർക്കിംഗ് കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം CCTV ക്യാമറകൾ വെക്കണം, സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വ്യാപാരികൾ കുറേ ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊപ്പം ഈ തൊട്ടടുത്തുള്ള ആളുകളുണ്ട്, വീട്ടുകാരുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നത് ഈ നിയന്ത്രണം കൊണ്ടുവരുന്നത് നല്ലതാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. കാരണം ഈ കടകൾക്ക്, ഈ ദൃശ്യങ്ങൾ കണ്ട കടകൾക്ക് നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ ആളുകളുണ്ട്. ചേച്ചി, കടകൾ കാരണം ഇവിടെ എത്തുന്ന ആളുകൾ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്നാമത് 3 മണി വരെയൊക്കെ ഞങ്ങൾ ശബ്ദങ്ങളും ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും പറയാ, കുൽക്കി സർബത്ത് കൊണ്ട് ഇങ്ങനെ ആ കുപ്പി ഇങ്ങനെ കുലുക്കി ബെഞ്ചുമിൽ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ മുട്ടും. അപ്പോൾ നമ്മൾ ഈ 3 മണിക്കൊക്കെ ഉണരുക, അങ്ങോട്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുക. അതുപോലെ മാർച്ച് മാസം കുട്ടികൾ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ശബ്ദം കേൾക്കുമ്പം പൊതുവെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ജോലി ചെയ്തോട്ടെ, പക്ഷേ ഇത് ശല്യം 3 മണി വരെ വേണ്ട, 10:30 വരെ ചെയ്തോട്ടെ, ഓരോ ജോലിയല്ലേ അത്. പക്ഷേ സർക്കാർ തന്നെ നൈറ്റ് ലൈഫ് എന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത്. ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫിൻ്റെ ശരിക്കുള്ള അർത്ഥം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡുകളിലൊക്കെ പരസ്യമായിട്ട് തന്നെയാണ് വളരെയധികം മോശമായ രീതിയിൽ ഈ സ്കൂൾ കുട്ടികളൊക്കെയാണ്, യൂണിഫോമിലുള്ള കുട്ടികളൊക്കെയാണ് ഇവിടുന്ന്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പാർക്കിംഗ് അതപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഒരാൾ നിർത്തുകയാണെങ്കിൽ ആരോട് അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചീത്ത പറയുക ചെയ്യുക. നമ്മൾ വണ്ടി ഇപ്പോൾ കാറൊക്കെ കൊണ്ടുവന്നിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളിവിടെ ചായ കുടിക്കാൻ പറ്റില്ല. ഇവർ ചായ കുടിക്കാൻ ഏത് ഇതിലാണ് പോയതെന്ന് നമുക്കറിയണ്ടേ. എന്നാലും ഇപ്പോൾ നമുക്ക് അപ്പോൾ നമ്മളെ വണ്ടി ബ്ലോക്ക് ആവില്ല ഇവിടെ. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ മോശമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അവർ പറയുന്നത്. ഞാൻ അഭിലാഷിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. സിനോജ്, എ കെ അഭിലാഷ്, പോലീസും നാട്ടുകാരും തമ്മിൽ തർക്കമുണ്ടാകുന്നത് പ്രധാനമായും ഏതൊക്കെ കാര്യങ്ങളിലാണ്? അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടുണ്ടോ? അതുണ്ടായിട്ടില്ല. ഈ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്ന പല മേഖലകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ടൂറിസം വകുപ്പും ഇത് സംബന്ധിച്ച് പ്രൊമോഷനൊക്കെ നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല മേഖലകളിലും യുവ സംരംഭകർ ഇത്തരം സംരംഭവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയൊക്കെ ചെയ്തത്. ഇതോടുകൂടി തന്നെ കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യം ഉരുത്തിരിയുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഇതിനൊപ്പം തന്നെ നേരത്തെ ഒരാൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനിടയിൽ ഒരു ബാലൻസിങ് സാധ്യമാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം നൈറ്റ് ലൈഫ് ആസ്വദിക്കണം, അതോടൊപ്പം തന്നെ ഈ ലഹരി മാഫിയെ നിയന്ത്രിക്കാനുള്ള സംവിധാനം കൂടി വേണമെന്നുള്ളതാണ്. പക്ഷേ ഇത് സാധ്യമാകാത്തത് വലിയൊരു പ്രശ്നമാകുന്നു. പ്രധാനമായും പാതിരാവിലൊക്കെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം വീട്ടുകാർക്കൊക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഇവരുടെ പലരുടെയും പെരുമാറ്റം എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഉയർന്ന ശബ്ദത്തിൽ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നതടക്കമുള്ള പരാതികൾ ഉയർന്നു വരികയും ചെയ്തു. ഇതോടുകൂടിയാണ് പോലീസും ശക്തമായി ഇക്കാര്യത്തിൽ ഇടപെടാനുള്ളൊരു തീരുമാനമെടുക്കുകയും ഇടപെട്ടു തുടങ്ങുകയും ചെയ്തത്. പക്ഷേ ഇത്തരത്തിൽ ഇടപെടുന്ന ആ സമയത്ത് പലരും പോലീസുമായി കയർക്കുകയും പോലീസുമായി ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പോലീസും അതോടൊപ്പം തന്നെ അവിടെ എത്തിയ ആളുകളും തമ്മിൽ
ഏറ്റുമുട്ടുകയും വലിയ തരത്തിൽ വാക്കുതർക്കത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സിനോ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ തുടക്കമാവുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഒരു യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം പാർക്കിംഗ് അവിടെ ഓരോരുത്തർ കണ്ടെത്തണം, റോഡിൽ പാർക്ക് ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ഏതായാലും പോലീസ് ശക്തമായി ഇടപെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ബാലൻസിങ് കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് അവർ വരുത്തുകയും ചെയ്തത്. അതേ സമയത്ത് ഏതെങ്കിലും തരത്തിൽ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ആശയം ഇല്ലാതെ പോയാൽ അതും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ടൂറിസം മേഖലയ്ക്കൊക്കെ വ്യക്തമാണ്. രാത്രികാല കടകളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സർവകക്ഷി യോഗത്തിലെ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് വ്യാപാരികളും പറയുകയാണ്. താങ്ക് യു, AK അഭിലാഷ്.